നാറ്റോ അന്ന് ഉണ്ടാവുന്നതിന് പല സവിശേഷമായ കാരണമുണ്ട്. സോവിയറ്റ് യൂണിയനെ തോൽപ്പിക്കാനുള്ള ഒരു സൈനിക സഖ്യം നിലയ്ക്കാണ് നാറ്റോ ഉണ്ടാക്കുന്നത്. ഒരു പൊതുശത്രു അന്നുണ്ടായിരുന്നു. ഈ പടർന്ന് പന്തലിക്കുമെന്ന് നമുക്കെല്ലാം ഭീതിയാകുന്നു. ആ രാജ്യങ്ങൾ ഭയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ സൈനിക സഖ്യമാണത്. ഇന്ന് ഇസ്രയേലും ഖത്തറും തമ്മിലൊരു പ്രശ്നമുണ്ട്. അറബ് ലീഗിൽ 10-22 രാജ്യങ്ങളുണ്ട്. അവർക്കെല്ലാവർക്കും ഇസ്രായേൽ ഒരു ശത്രുവൊന്നുമല്ല. അവരുടെ എല്ലാവരുടെയും ഒരു ത്രെട്ടായിട്ട് അവർ ഇസ്രായേലിനെ കാണുന്നുമില്ല. ഇസ്രായേലിനെ കൊണ്ട് വെറുപ്പിക്കാം. ഇസ്രായേലിനെ വെറുപ്പിക്കാൻ അമേരിക്കയെ വെറുപ്പിക്കാം, ഒരു പ്രകോപനം ഉണ്ടാക്കാം, ഒരു സൈനിക സഖ്യം ഉണ്ടാക്കാം എന്ന് രാഷ്ട്രീയമായി അവർ തീരുമാനിക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. അതൊരു വന്യമായ ആലോചനയാണ്. നാറ്റോ മോഡലിൽ നാറ്റോ ഒരു സൈനിക സഖ്യമാണ്. ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള മിലിറ്ററി ആക്ഷന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണ്. അങ്ങനെ ഒന്ന് ഉണ്ടാക്കി വിജയിപ്പിക്കുക എന്ന് പറയുന്നത് പോസിബിലിറ്റി ഇഷ്യൂസ് അവിടെ ഉണ്ടായിരിക്കും തന്നെ. അങ്ങനെ ഉണ്ടാക്കാൻ തീരുമാനമെടുക്കുന്നത് തന്നെ അമേരിക്ക വലിയ പ്രൊവോക്കേഷനായിട്ട് കാണും. അങ്ങനെ ഒരു ത്രെട്ട് അത് ഉണ്ടാവാൻ അമേരിക്ക സമ്മതിക്കില്ല. എന്തുകൊണ്ടാണ് പല കാര്യങ്ങളിലും ഈ പറയുന്ന അറബ് റീജിയനിലെ ഡൈനാസ്റ്റിക് രാജ്യങ്ങൾക്ക് എടുക്കാൻ കഴിയാത്തതെന്ന് ചോദിച്ചാൽ അവർ അമേരിക്കയെ ഭയപ്പെടുന്നു. അമേരിക്കയ്ക്ക് എന്തും ചെയ്യാൻ കഴിയും. ഡയറക്റ്റായിട്ടൊരു ആക്രമണം മാത്രമല്ല, നേപ്പാളിലെ കലാപം കണ്ടുണ്ട്, ഭരണകൂടത്തെ വീഴ്ത്തിയ കലാപം. ഈ കലാപങ്ങളൊക്കെ ഓർക്കസ്ട്രേറ്റ് ചെയ്യാൻ പുറത്തു വയ്ക്കുന്ന ആൾക്കാർക്ക് പറ്റും. അതുകൊണ്ട് അത്തരം എല്ലാ സംഗതികളെയും ഈ ഡൈനാസ്റ്റി രാജ്യങ്ങൾ വളരെ കരുതലോടെ ആയിരിക്കും കാണുന്നുണ്ടാവുക. അതുകൊണ്ടാണ് പലപ്പോഴും അവർക്ക് പല കാര്യങ്ങളും സ്റ്റെപ്പ് ചെയ്യാൻ കഴിയാത്തത്. എന്തുകൊണ്ടാണ് ഗസ വിഷയത്തിൽ നമ്മൾ എപ്പോഴും വിചാരിക്കും അറബ് സ്ട്രീറ്റിന് ആകമാനം വലിയ വികാരമുള്ളപ്പോഴും അവിടുത്തെ ഭരണകൂടത്തിന് എന്തുകൊണ്ട് ആഞ്ഞിറങ്ങാൻ കഴിയുന്നില്ല? ഇറങ്ങുന്നതിന് പലതരത്തിലുള്ള പരിമിതികളുണ്ട്. രണ്ടാമത്തെ കാര്യം, അമേരിക്കയുമായിട്ട് ഇവർക്ക് എല്ലാവർക്കും നല്ല ബന്ധമാണ്. ഇപ്പം GCC രാജ്യങ്ങളിൽ പലതിലെയും പ്രധാനപ്പെട്ട ഓപ്പറേഷൻസിന് നേതൃത്വം കൊടുക്കുന്ന അമേരിക്കൻ കമ്പനികളും സായിപ്പന്മാരുമാണ്. എന്ന് മാത്രമല്ല അവർക്കെല്ലാം സുരക്ഷാ കരാറുകളുണ്ട്. ഈ രാജ്യങ്ങളെല്ലാം മിലിറ്ററിക്ക് വേണ്ടി വലിയ സ്പെൻഡ് ചെയ്യുന്നവരല്ല. സ്പെൻഡ് ചെയ്യാൻ മീൻസ് അവരുടെ പൗരന്മാരെ വെച്ചൊരു മിലിറ്ററി ഉണ്ടാക്കി ആ മിലിറ്ററി സെറ്റ് ചെയ്ത് കൊണ്ട് നടക്കാന്നുള്ളതല്ല. ഞങ്ങൾക്ക് സുരക്ഷയ്ക്ക് വേണ്ടി ഒന്നും കളയാനും അതിനുവേണ്ടി പട്ടാളക്കാരെ പരിശീലിപ്പിക്കാനും പൗരന്മാരും ഇല്ല, ഞങ്ങൾക്ക് നേരമില്ല. അവരെന്ത് ചെയ്യുന്നു? സുരക്ഷ പർച്ചേസ് ചെയ്യാണ് പൈസ കൊടുത്ത്. ഇപ്പം നമുക്ക് ഖത്തറിലാണ് ഈ പറയുന്ന വലിയ ക്യാമ്പുള്ളത്. അപ്പോൾ അങ്ങനെ പല രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും അമേരിക്കയായിട്ട് സുരക്ഷാ കരാറുകളുണ്ട്, സാമ്പത്തിക കരാറുകളുണ്ട്, വ്യാപാര കരാറുകളുണ്ട്. അമേരിക്കയുമായി ഒരു ധാരണയിലാണ് അവർ പോകുന്നത്. അമേരിക്കയ്ക്ക് ഇത് പ്രധാനമാണ്. കാരണം അമേരിക്ക ലോകത്തെമ്പാടും അവരുടെ സാന്നിധ്യമുള്ള ഒരു സാമ്രാജ്യമാണ്. ഞാൻ എപ്പോഴും പറയാനുള്ളൊരു കാര്യം, അതിൽ അവർക്ക് ഗൾഫ് റീജിയൻ പ്രധാനമാണ്. അവർക്ക് അങ്ങോട്ടും ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അത് എന്താണ്, അമേരിക്കയുടെ സഹായം ആവശ്യമുള്ള ഒരു വിധേയ രാഷ്ട്രങ്ങൾ എന്ന നിലയ്ക്ക് അമേരിക്ക അവരെ അംഗീകരിക്കൂ. മനസ്സിലായില്ലേ? അപ്പോൾ അതിനകത്ത് അവർ പെട്ടെന്ന് എല്ലാവരും കൂടി യോജിച്ച് ഒരു ഒറ്റ രാഷ്ട്രത്തിൻ്റെ രൂപത്തിൽ, സോവിയറ്റ് യൂണിയൻ അങ്ങനെ ആയിരുന്നല്ലോ, പല രാജ്യങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് ഒറ്റ രൂപയായി മാറി. അങ്ങനെ ആവുന്നാൽ അമേരിക്ക സമ്മതിക്കില്ലല്ലോ. അപ്പോൾ അമേരിക്കയുടെ ത്രെട്ടിനെ അവർ കാണും, അമേരിക്കയുടെ പിൻവാങ്ങലിനെ അവർ കാണും, അമേരിക്കയുടെ ഭയപ്പെടുത്തലിനെ കാണും, അമേരിക്കയുടെ ആക്ഷൻസിനെ അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് അത് പോസിബിൾ ആവുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ഒരു പ്രകോപനം നമ്മളതിനുണ്ടാക്കണം. ഇസ്രായേലിനെ പ്രകോപിപ്പിക്കണം, അമേരിക്കയെ പ്രകോപിപ്പിക്കണമെന്ന് അവർ നോർമലായിട്ട് ആലോചിക്കും. രണ്ടാമത്തെ കാര്യം, ഈ 22 അറബ് രാജ്യങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ, അവർക്ക് എല്ലാവർക്കും ഇടയിൽ അങ്ങനെ ഏതെങ്കിലും ഒരു കോസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഐക്യമൊന്നുമില്ല. നമ്മളെല്ലാവരും അറബ് രാജ്യങ്ങൾ ഒന്നിച്ച് നിന്നേക്കാം, നമ്മളെല്ലാവരും മുസ്ലിം രാഷ്ട്രങ്ങൾ ഒന്നിച്ച് നിന്നേക്കാം, നമ്മൾ അറബ് സ്ട്രീറ്റിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കാം, അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും ഗസ വിഷയത്തിൽ ഒരു പോയിന്റ് ഉണ്ട്, ഒരുമിച്ച് നിൽക്കാം. അങ്ങനെ ഇവരെ ഒരുമിപ്പിക്കുന്ന ഒരു പോയിന്റും ഇല്ല. ഗസ വിഷയത്തിൽ പോലും വളരെ അഗ്രസീവായ നിലപാടുള്ള രാജ്യങ്ങളുണ്ട്, ഒട്ടും അഗ്രസീവ് അല്ലാത്ത രാജ്യങ്ങളുണ്ട്. ഇസ്രായേലുമായിട്ട് നോർമലൈസേഷനിൽ പോയാൽ പല ഗുണങ്ങളുണ്ടെന്ന് വിചാരിക്കുന്നവരുണ്ട്. പിന്നെ ഈ പറഞ്ഞ രാജ്യങ്ങളിലെല്ലാം ഭരണകൂടങ്ങൾക്ക് ഒരു രൂപമല്ല, പല രൂപത്തിലുള്ള തിരഞ്ഞെടുക്കപ്പെടുന്നവർ, തിരഞ്ഞെടുക്കപ്പെടാത്തവർ, രാജാക്കന്മാർ, അങ്ങനെയുള്ള പല രൂപത്തിലുള്ള ഭരണകൂടങ്ങളാണ്. അവയ്ക്ക് പലതിനും പല താല്പര്യങ്ങളാണ്. അതിൻ്റെ ആഭ്യന്തര താല്പര്യങ്ങൾ, അതിൻ്റെ എക്സ്റ്റേണൽ അഫയേഴ്സ് താല്പര്യങ്ങൾ പലതാണ്. പിന്നെ അതിലെ മതത്തിനകത്തുള്ള വിഭജനങ്ങൾ, ഈ പറയുന്ന ഷിയ സുന്നി പോലെയുള്ള താല്പര്യങ്ങൾ. റീജിയനിൽ അവർക്ക് വേറെ താല്പര്യമുണ്ട്. ഇസ്രായേലിനെ അമേരിക്കയെ മാറ്റി നിർത്തിയാൽ ഈ റീജിയനിൽ അവർക്ക് പലർക്കും പല താല്പര്യങ്ങളാണ്. നമുക്കിവിടെ ഇതിൻ്റെ എഡ്ജ് എടുക്കണം, നമ്മളതിന് ലീഡറാവണം. അങ്ങനെ പല താല്പര്യങ്ങളാൽ സങ്കീർണമായിട്ടുള്ള ഒരു ഭൂമികയാണ് ശരിക്കും വന്നാൽ അറബ് ലീഗ്. അവരിങ്ങനെ ഒരുമിച്ചിരിക്കും, സ്റ്റേറ്റ്മെൻറ്റ്സ് പുറത്തിറക്കും. അതിനപ്പുറത്തേക്ക് നാളെ നമ്മുടെ അതിജീവനം പ്രതിസന്ധിയിലായിരിക്കുന്നു, അമേരിക്കയെ തോപ്പിക്കണം, ഇസ്രായേലിനെ തോപ്പിക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇറങ്ങുക പോസിബിൾ അല്ല. ഇതിന് മുമ്പ് നമുക്ക് ഓർമ്മയുണ്ടല്ലോ, കുരിശ് യുദ്ധത്തിൻ്റെ കാലം ഓർമ്മയുണ്ട്. അന്ന് ഇതിൻ്റെ ഒരു മോഡൽ ഉണ്ടായതാണ്. അതിനുശേഷവും പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ, സെറ്റ് എന്നൊക്കെ പറഞ്ഞുള്ള പരീക്ഷണങ്ങൾ ഉണ്ടായതാണ്. അതൊക്കെ എവിടെ എത്തി? അത് വിജയിച്ചിട്ടില്ല. അത് വിജയിക്കാത്തതിൻ്റെ കാരണം അങ്ങനെ ഒരു കോമൺ കോസ് മുൻനിർത്തി മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിലുള്ള സ്വഭാവമല്ല ഇവർക്കുള്ളതെന്നാണ്. ഈ അമേരിക്കയുമായിട്ടുള്ള ഇടപാടുകൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പിന്നെ വേറൊന്ന്, ഇപ്പോൾ ഹമാസിൻ്റെ കാര്യം എടുക്കാം. ഈ ആത്യന്തികമായി ഇതിൻ്റെ എസ്കലേഷൻ ചെല്ലുന്നത് ഹമാസിൻ്റെ ഒക്കെ ഒരു സക്സസ്സിലേക്കായിരിക്കുമല്ലോ. ഹമാസിനെ പോലും പൂർണ്ണമായും ഈ രാജ്യങ്ങൾ അംഗീകരിക്കുന്നില്ല. ഹമാസ് ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് ഓർഗനൈസേഷൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒന്നാണ്. അത് രാഷ്ട്രീയ ഇസ്ലാമിനെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയ്ക്ക് ഒരു വ്യാപ്തി ഉണ്ടായാൽ അത് എവിടെയൊക്കെ അലയടിക്കും. അതിനെ അവർ ഭയപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഫലസ്തീന് സമാധാനം ഉണ്ടാകണമെന്നൊക്കെ ആഗ്രഹിക്കും തന്നെ, ഫലസ്തീനിൽ ഹമാസ് ഒരു അധികാര രൂപമായിട്ട് വരണം എന്ന് ആഗ്രഹിക്കാത്തവരാണ് പലരും. കാരണം ഹമാസ് ഒരു വിജയമായാൽ,
ഹമാസ് ഒരു രാഷ്ട്രീയ പോരാട്ടം, സൈനിക പോരാട്ടം നടത്തി ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം സാധ്യമാക്കി എന്ന് വന്നാൽ അതിന് പിന്നെ എവിടേക്കും പടരാമല്ലോ. ഇപ്പോൾ കമ്മ്യൂണിസത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പേടി എന്നാണ്. ഇപ്പോൾ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ വീഴ്ത്താൻ CIA പണിയെടുത്തിട്ടുണ്ട്. ഒരു യാഥാർത്ഥ്യമാണ്. ലാസ്റ്റ് മന്ത് നമ്മൾ കണ്ട ഒരു ഫയലുകൾ പുറത്തു വന്നല്ലോ. എന്ന് വെച്ചാൽ കേരളത്തിലെ ഈ സർക്കാർ ഇന്ത്യ ഫോം ചെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. 47 ഇന്ത്യക്ക് ഫോം ചെയ്ത് അടുത്ത 50കളിലാണ് ഇന്ത്യയിൽ ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം വരുന്നത്. അപ്പോൾ ഫോം ചെയ്ത് വന്ന ഒരു രാജ്യത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ് പെട്ടെന്ന് ശക്തി പ്രാപിക്കുന്നു, തിരഞ്ഞെടുക്കപ്പെടുന്നു, സർക്കാർ ഉണ്ടാകുന്നു. അതിനെ വീഴ്ത്തണം, ഇല്ലെങ്കിൽ ഇന്ത്യ ചിലപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് വ്യാപനത്തിലേക്ക് പോയേക്കാം എന്ന് വിചാരിച്ചു. അതുപോലെ ഈ റീജിയണൽ ഹമാസ് ഉണ്ടാകുന്നത്, ഹമാസിൻ്റെ വ്യാപനത്തിൻ്റെ സാധ്യത ഇവരെല്ലാവരും ഭയപ്പെടുന്നുണ്ട്. പിന്നെയുള്ളത് ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇസ്രയേലുമായി നോർമൽ ആവാമെന്ന് വിചാരിക്കുന്ന രാജ്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഇതൊന്ന് അടങ്ങട്ടെ എങ്ങനെങ്കിലും, എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ ഇപ്പോൾ അബ്രഹാം അക്കോഡിൻ്റെ കഥ നമുക്കറിയാം. അപ്പോൾ ഇതൊന്ന് അടങ്ങിയിട്ടെങ്കിലും സെറ്റ് ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. മറ്റൊന്ന് ഇത് ഒരു പ്രശ്നമായിരിക്കും തന്നെ ഇതിൻ്റെ എസ്കലേഷൻ ഉണ്ടാക്കി ഒരു പ്രകോപനമൊന്നും ഉണ്ടാക്കേണ്ട. അങ്ങനെ ഞാൻ വിചാരിക്കുന്നത് സൈനികമായി ശക്തി പ്രാപിക്കുക എന്നത് അവരെ സംബന്ധിച്ച് വളരെ പ്രാക്ടിക്കലായി വലിയ പ്രയാസമുള്ളതാണ്, പൊളിറ്റിക്കലിയും വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഇത് അവസാനിപ്പിച്ച് പോകാനും ആയിരിക്കും അവർ ആഗ്രഹിക്കുന്നുണ്ടാവുക. പക്ഷേ അതുകൊണ്ട് സൈനിക സഖ്യം നാറ്റോ പോലെ എന്നുള്ളത് വന്യമായ ഒരു ആലോചനയും ചില ആളുകളുടെ സ്വപ്നവുമാണ്. അത് സാധ്യമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചരിത്രത്തിലെ അതിൻ്റെ പരീക്ഷണങ്ങളെല്ലാം പരാജയമായിരുന്നു കാണാം. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിനോട് ടെൻഷൻ തോന്നുന്നു. ഈ നടത്തിയ ആക്രമണം ആകെ സംഭവിക്കാൻ പോകുന്ന ഒന്ന്, ഇത് ഖത്തറിലേക്ക് കടന്നു നടത്തിയിട്ടുള്ള ആക്രമണമാണ്. ആ ആക്രമണം അവിടുത്തെ ആളുകളെ ചിന്തിപ്പിക്കും, ഇവന്മാർ എവിടെ ആക്രമിക്കും. അതുകൊണ്ട് ഇവരുമായിട്ട് നാളെ നമുക്കൊരു ധാരണയിൽ പോകാമെന്ന് ഏതെങ്കിലും അറബ് ഭരണകൂടത്തിന് വേഗത്തിൽ തീരുമാനിക്കാൻ കഴിയുന്ന നില പൂർണ്ണമായും ഇല്ലാതായി കഴിഞ്ഞിരിക്കും. അതാണ് അതിനകത്തൊരു ഇമ്പാക്റ്റ് എന്ന് പറയുന്ന കാര്യം. എല്ലാം കഴിഞ്ഞല്ലോ, നമുക്ക് ഇസ്രായേലുമായിട്ട് സെറ്റാവാം എന്ന് പറഞ്ഞാൽ നമ്മളെ ആക്രമിച്ച ഇസ്രായേലുമായിട്ടോ എന്ന് ചോദിക്കുന്ന പൗരന്മാരവിടെയുണ്ട്. അത് ഇസ്രായേലിന് ലോങ് ടൈമിൽ പ്രശ്നം ഉണ്ടാക്കും. ആ ലോങ് ടൈം പ്രശ്നത്തെ ഒന്നും ആലോചിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലല്ല നെതന്യാഹു ഇപ്പോൾ ഉള്ളത്. കാരണം പുള്ളി ഇപ്പോൾ ഈ യുദ്ധം നടത്തിയാൽ അപ്പോൾ ജയിലിൽ പോകും. അപ്പോൾ അതെങ്കിലും അവസാനിപ്പിക്കാനാണ് കക്ഷി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ലോങ് ടൈമിൽ ഇനി എന്ത് പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് കക്ഷി ആലോചിക്കുന്നില്ല. ഇത് നോക്കൂ, ഇതിപ്പം ഉപരോധം ഏർപ്പെടുത്തണം എന്നുള്ള ആവശ്യം അറബ് ലീഗ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇവരെ പ്രധാനപ്പെട്ട സഭകളിൽ നിന്ന് പുറത്താക്കണം എന്നുള്ളൊരു വികാരം അവിടെയുണ്ട്. അതൊക്കെ ഇസ്രായേലിനും ഫിനാൻഷ്യലി ഇസ്രായേലിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നുണ്ട്. ഇസ്രായേൽ ഒറ്റപ്പെടുന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമൊക്കെ നിൽക്കെ തന്നെ സൈനികമായി ഇസ്രായേലിന് എന്തെങ്കിലും തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു ഷാർപ്പായിട്ടുള്ള മൂവ്മെൻറ്റ് ഈ അറബ് ലീഗിൻ്റെ ഒരു ഔട്ട്കമായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല.